ഹായ്, വെൽക്കം ടു പ്രെപ്സ്കി. ഡയറി ഫാം ഇൻസ്ട്രക്ടർ കേരള ക്ഷീര വികസന വകുപ്പ് ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വരാറായി. ആ ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അതിന് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ബാച്ചുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാം പ്ലസ് മെറ്റീരിയൽ ബാച്ചാണ് നമുക്കുള്ളത്. അപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിലേക്ക് നമുക്ക് നോക്കാം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ കേരള ക്ഷീര വികസന വകുപ്പിലേക്ക് നടക്കുന്ന ഒരു എക്സാം ആണ്, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാം ആണ് ഇനി വരാൻ പോകുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ശമ്പള നിരക്ക് 35,600 മുതൽ 75,400 വരെയാണ് ഇതിന്റെ ശമ്പള നിരക്ക്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു പോസ്റ്റാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഇതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടാവണം. അതോടൊപ്പം നിങ്ങൾ പ്ലസ് ടുവിന് ഒരു കാര്യം കൂടി നോക്കണം. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മാത്സ് ഓർ ബയോളജി ഇതിലേതിലെങ്കിലും ഒന്ന് നിങ്ങളൊരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ യോഗ്യത. അപ്പോൾ ഡിഗ്രിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ പ്രീ ഡിഗ്രി എന്നാണ് പഴയ നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ പ്ലസ് ടു, ആ പ്ലസ് ടുവിന് ബയോളജിയോ മാത്സോ ഒരു സബ്ജക്റ്റ് ആയിട്ട്, ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം എന്നൊരു യോഗ്യതയെ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡയറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കോഴ്സ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും യാതൊരു കാര്യവും ഇവിടെ പറയുന്നില്ല എന്നൊന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് വേണ്ട യോഗ്യത എന്ന് ആലോചിക്കുക. ഇനി ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു വരാറായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തയ്യാറെടുക്കാനുള്ള സമയം കുറവായിരിക്കും. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങണം. നമ്മൾ ഒരു 120 ദിവസത്തെ കണക്കിലാണ്, ഒരു 120 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ഈ ബാച്ചിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതായത് ഒരു 120 ദിവസം കൊണ്ട് നമ്മുടെ ഈ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലുള്ള എക്സാമുകളിലൂടെ മുന്നേറുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായ ടൈം ടേബിളിലൂടെ ഈ 120 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും കവർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്ലാൻ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ ഈ എക്സാം ബാച്ച് നമ്മൾ 120 ദിവസം കൊണ്ട് തീരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ എക്സാമിന് ശേഷവും നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ടുകൾ ലഭ്യമാവും. അതായത് എക്സ്പ്ലനേഷനുകളും മറ്റു കാര്യങ്ങളുമുള്ള PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റഡി മെറ്റീരിയൽ കൂടി നമുക്ക് അവൈലബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ എക്സാമുകൾ ഉണ്ടായിരിക്കും. ഈ എക്സാമുകളോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ലിസ്റ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പം 120 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓരോ എക്സാമിന് ശേഷവും ഓൾ കേരള റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തു. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഓരോ എക്സാമിലും നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനുകൾ നമുക്ക് PDF ആയിട്ട് ലഭ്യമാകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അതിൽ ആ ക്വസ്റ്റ്യൻ എന്താ, അതെന്താ ആൻസർ ഇങ്ങനെ, അല്ലെങ്കിൽ അതെന്താ അതാവാത്തത് തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ PSCയുടെ മാറിയ പരീക്ഷാ രീതി പോലെയുള്ള, അതായത് പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ ഈ ബാച്ചിൽ പരിചയപ്പെടുക എന്നോർക്കുക. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ഈ ഡെയിലി എക്സാമുകൾക്ക് പുറമെ ഇതിന് പുറമെ നമ്മൾ വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും. അതിന് പുറമെ 10 മോഡൽ എക്സാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്യും. അതായത് നിങ്ങളൊരു PSC പരീക്ഷയ്ക്ക്, ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെയുള്ള 10 മോഡൽ എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഒരു ഫുൾ ലെങ്ത് പരീക്ഷ എഴുതുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാനം, എങ്ങനെയാണ് നിങ്ങളുടെ പഠനം, എത്രത്തോളം പഠിച്ചു, എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്ന് കൃത്യം മനസ്സിലാക്കാൻ ഈ മോഡൽ എക്സാമുകൾ നിങ്ങളെ സഹായിക്കും. നിങ്ങളെ സഹായിക്കുന്നതോടൊപ്പം നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് എത്രത്തോളം ബാധിക്കുന്നു എന്ന് സ്വയം വിലയിരുത്താൻ കൂടിയുള്ള അവസരമാണ് മോഡൽ എക്സാമുകളിലൂടെ ലഭിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് എങ്ങനെയാണ് സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കണം. ഫിസിക്സിന് 20 മാർക്കാണ് ഉള്ളത്,
കെമിസ്ട്രിക്ക് 20 മാർക്ക്, മാത്തമാറ്റിക്സിന് 20 മാർക്ക്, ബേസിക് ഡയറി സയൻസിന് 20 മാർക്ക്, ബയോളജി അതായത് സുവോളജിയും ബോട്ടണിയും കൂടി 20 മാർക്ക്. ഇങ്ങനെ ടോട്ടലി 100 മാർക്കിന്റെ ഒരു എക്സാം ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ 100 മാർക്കിനുള്ള എക്സാമിൽ നിങ്ങൾ കണ്ടു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആൻഡ് ഫൈനലി ഡയറി സയൻസ്, ബേസിക് ഡയറി സയൻസ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ 100 മാർക്കിന്റെ ഒരു എക്സാം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. അപ്പോൾ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന രീതിയിലാണ്. അപ്പോൾ ഓരോ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ എക്സാം ഉള്ളി ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനുകളും ലഭിക്കും. ഇതിൽ നമ്മുടെ ആദ്യത്തെ ഒരു വീക്കിൻ്റെ ഒരു സാമ്പിൾ ടൈം ടേബിൾ ആണ് നിങ്ങൾ കാണുന്നത്. ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് 2 എക്സാം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ ഒന്നാമത്തെ ദിവസം നോക്കൂ, നിങ്ങൾ ഫിസിക്സിലെ ഫണ്ടമെന്റൽ ഫോഴ്സ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് ആണ് ഫിസിക്സിലെ അന്നത്തെ എക്സാം എങ്കിൽ അന്നേ ദിവസം തന്നെ ഡയറി ഭാഗത്തെ നമ്മൾ പറഞ്ഞല്ലോ ബേസിക് ഡയറി സയൻസ്, അപ്പോൾ ഡയറി ഡെവലപ്മെന്റ്, ഹിസ്റ്ററി, ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങിയ നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ് ഒക്കെ നമുക്കറിയാം, പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും 2 വീതം എക്സാം വെച്ചിട്ട് നമ്മൾ പോകുന്നു. 2-ാം ദിവസം കെമിസ്ട്രിയും ബോട്ടണിയും, 3-ാം ദിവസം മാത്സിന്റെ ഭാഗവും സുവോളജിയും, 4-ാം ദിവസം ഫിസിക്സിലെ മോഷൻ എലോങ് എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ദെൻ ഡയറി ഡെവലപ്മെന്റിന്റെ ഭാഗം. ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇങ്ങനെ 120 ദിവസം കൊണ്ട് നമ്മൾ പൂർണ്ണമായും ഈ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്ലാനിങ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും മിനിമം ഫീസിലാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു എക്സാം ഉണ്ടായിരിക്കും, അതോടൊപ്പം മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 900 രൂപയ്ക്കാണ് ഈ ബാച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം ഫീസിൽ നിങ്ങൾക്ക് എക്സാമുകളുണ്ട്, ഡെയിലി എക്സാമുകളുണ്ട്, വീക്ക്ലി എക്സാമുകളുണ്ട്, മോഡൽ എക്സാമുകളുണ്ട്, ഒപ്പം മെറ്റീരിയൽസ് ആയിട്ട് എക്സ്പ്ലനേഷൻസിന്റെ PDF-കളും നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും മിനിമം ഫീസാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുന്നിൽ എന്നാണ് ഈ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 120 ദിവസം കൃത്യമായി തയ്യാറെടുക്കാനുള്ള സമയമുണ്ട്. ജൂൺ 20-നാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. 120 ദിവസം കൊണ്ട് നമുക്ക് ഈ ബാച്ച് പൂർണ്ണമായിട്ടും ഈ സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. റിവിഷൻ എക്സാമുകളിലൂടെ, മോഡൽ എക്സാമുകളിലൂടെ ഒക്കെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലക്ഷ്യത്തിലേക്ക്, ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന നിങ്ങളുടെ ആ സ്വപ്ന ജോലിയിലേക്ക് എത്താനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങളോട് 120 ദിവസത്തെ പ്ലാനാണ്, 120 ദിവസം കൊണ്ട് പഠിക്കേണ്ട ഒരു സ്ട്രക്ചറിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. ഈ 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിലും ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സ്റ്റഡി പ്ലാൻ എന്ന് നിങ്ങൾക്ക് ആ 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് കൂടുതൽ ദൂരമില്ല. കൃത്യമായ തയ്യാറെടുപ്പോടെ, കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നേറി കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സംശയങ്ങൾക്കും അഡ്മിഷനും അതുപോലെ തന്നെ 120 ദിവസത്തെ സ്റ്റഡി പ്ലാനിനും ഈ നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.